നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കലർപ്പുകൾ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ചടങ്ങിൽ 3ാമത് ഐവറി പുരസ്കാര സമർപ്പണം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിക്കും. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം സമാപിച്ചു. സമാപന യോഗം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. കിങ്ങിണിക്കൂട്ടം 2025 പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുവനം സർവമംഗള ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലർപ്പുകൾ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ചേർപ്പ് ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചടങ്ങിൽ 3ാമത് ഐവറി പുരസ്കാര സമർപ്പണം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എഴുത്തുകാരൻ ആനന്ദ്, പിന്നണി ഗായിക KS ചിത്ര, ഡോക്ടർ P വേണു എന്നിവർ പങ്കെടുക്കും. 6:30 ആലാപനത്തിന്റെ ശൈലിഭേദങ്ങൾ എന്ന വിഷയത്തിൽ ഗായിക KS ചിത്ര, MS കിഷൻകുമാർ എന്നിവർ സംവദിക്കും. 7:30 ഷഹബാസ് അമന്റെ പാട്ടുസന്ധ്യ. 4 കലർപ്പിന്റെ ഊർജ്ജവും ശുദ്ധി എന്ന മിഥ്യയും വിഷയത്തിൽ എഴുത്തുകാരൻ NS മാധവനും 11 കവിതയിലെ മധുജ്ഞാനം പരിപാടിയിൽ കവി V മധുസൂദനൻ നായരും പങ്കെടുക്കും. 12 പെരുവനം ആഘോഷിക്കപ്പെടുമ്പോൾ കലാസാംസ്കാരിക പൈതൃക സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുധാ ഗോപാലകൃഷ്ണനും K സതീഷ് നമ്പൂതിരിപ്പാട്, B അനന്തകൃഷ്ണൻ, അനീഷ് രാജൻ എന്നിവരും 2 റാം ആനന്ദിയിലെ ശ്രീലങ്കൻ പശ്ചാത്തലം സെമിനാറിൽ അഖിൽ P ധർമ്മജൻ, TD രാമകൃഷ്ണൻ, സുകന്യ കൃഷ്ണ, 3 താരങ്ങൾ ഇല്ലാതെയും തിളങ്ങുന്ന സിനിമ മലയാള സിനിമ അഖിൽ സത്യനാഥ് ആനന്ദ് ഏകർഷി, 4 ലോകത്തിന്റെ കാലക്രമവും സംഗീതവും വിദ്യാധരൻ മാസ്റ്റർ, E ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. 7 രാഗസമന്വയം. 5 നടക്കുന്ന വിവിധ ക്ലാസുകളിൽ രാമചന്ദ്രൻ കേളി, അഡ്വക്കേറ്റ് A ജയശങ്കർ, വയലാർ ശരത് ചന്ദ്ര വർമ്മ, KC നാരായണൻ, ഡോക്ടർ P ഗീത, TR ഇന്ദുഗോപൻ എന്നിവർ പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ എഴുത്തുകാരൻ M മുകുന്ദൻ വിശിഷ്ടാതിഥിയാകും. TM കൃഷ്ണ പാടും. 100 മികച്ച പുസ്തകങ്ങളുടെ പ്രദർശനം, ചിത്ര പ്രദർശനം, എഴുത്തുകാരുമായി സംവദിക്കാൻ ഇടം, നാട്ടുപെരുമ ശില്പ പ്രദർശനം, ചമയ പ്രദർശനം, പുസ്തകമേള, രൂപക്കള പ്രദർശനം എന്നിവയുണ്ടാകും. രജിസ്ട്രേഷൻ മുഖേനയുള്ള പ്രവേശനം ഗ്രാമോത്സവത്തിൽ സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ദിനേശ് പെരുവനം, ചിറ്റൂർ ഹരി നമ്പൂതിരി, സീമ രാജീവ്, പത്മിനി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. 3, 4, 5 തീയതികളിലാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം വരുന്നത്. അതിൽ 3-ാം തീയതി നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ എന്ന് പറയാം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല എഴുത്തുകാരൻ ആനന്ദ് സാർ ആണ് ഇത് തുടങ്ങുന്നത്. പരിപാടിയുടെ തുടക്കം ആനന്ദ് സാറിൻ്റെ ഇന്നാണ്. കൂടാണ്ട് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മുഴുവൻ പുസ്തക പ്രദർശനങ്ങളാണ്. അതിൽ ഒരു ടൈംസിൻ്റെ ഒരു 100 ബുക്സ്, ഈ യുഗത്തിൽ വായിച്ചിരിക്കേണ്ട 100 ബുക്കുകളുടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് നമുക്ക് വാങ്ങാൻ പുസ്തകം ഒരു ബുക്കേ കരുതണുള്ളൂ. ആർക്കെങ്കിലും പുസ്തകം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ 100 ബുക്കിൽ ഏതെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അവരുടെ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്തിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അവിടെ നമ്മൾ എക്സിബിഷൻ, നാട്ടറിവ്, നാട്ടുപെരുമ, അല്ലെങ്കിൽ കളയെഴുത്ത്, ചമയ പ്രദർശനം, ഇതൊക്കെ കൂടിയിട്ട് വലിയൊരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. അത് ആ ഹോളിലാണ്, മുകളിലുള്ള ഹോളിലാണ് എക്സിബിഷൻസ് വെച്ചേക്കണേ. പുറത്താണ് ഈ കളയെഴുത്തും ചമയവും അണിയൽ ഒരു ഇതായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങൾ മറ്റുള്ള ദിക്കുകളിലേക്ക് അല്ലെങ്കിൽ വരുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. 12ഓളം സ്റ്റോളുകളും ഉണ്ട്. 12 സ്റ്റോളുകളും ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ആനച്ചമയ പ്രദർശനം എല്ലാം പാർട്സ് വേറെ വേറെ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ചൂരൽപ്പുളിയാണെങ്കിലും അല്ലെങ്കിൽ നെറ്റിപ്പട്ടത്തിൻ്റെ പാർട്സ് ആയാലും അല്ലെങ്കിൽ വെഞ്ചാമരത്തിൻ്റെ ആയാലും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് എന്താണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെരുവനത്തിൻ്റെ ഒരു പെരുമ നമ്മൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം സമാപിച്ചു. സമാപന യോഗം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മേളപ്പെരുക്കങ്ങൾക്കിടയിൽ ആരും അറിയപ്പെടാതെ പോകുന്ന സാധാരണക്കാരായ കലാകാരന്മാരുടെ ജീവിതം പറയുന്ന അസുരതാളം നാടകം അരങ്ങേറി. ശൈലേഷ് കുമാർ വള്ളിശ്ശേരിയുടെ രചനയിൽ സജീവ് തണ്ടാശ്ശേരി സംവിധാനം ചെയ്ത നാടകത്തിൽ അവണിശ്ശേരി പഞ്ചായത്തിലെ കലാകാരന്മാരായ CR പ്രകാശ്, PG വേണുഗോപാൽ, തിലകൻ പുളിങ്കുഴി, ലക്ഷ്മി വാര്യർ, ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, മേഴ്സി ആന്റണി, അനുരാഗ്, ആദിലക്ഷ്മി എന്നിവരടക്കം 30ഓളം പേർ അഭിനയിച്ച അസുരതാളം നാടകവും അരങ്ങേറി. മത്സരത്തിൽ മികച്ച നാടകത്തിനുള്ള തുമ്പരത്തി ഗോപി ഭാര്യ മാധവി മെമ്മോറിയൽ പുരസ്കാരമായ 25,000 രൂപയും മൊമെന്റോയും തൃപ്പൂണിത്തുറ തേടൽ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കൂവാകം നാടകത്തിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ നാടകമായി ഹോം തിയേറ്റർ ഫോർ റിയാലിറ്റി അങ്കമാലി അവതരിപ്പിച്ച ഗാർഗി തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം സമ്മാനമായി റോയി ചിറയിൽ നൽകുന്ന 15,000 രൂപയും പുരസ്കാരവും സമ്മാനിച്ചു. മൂന്നാമത്തെ മികച്ച നാടകമായി രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ കൊടുങ്ങല്ലൂർ അവതരിപ്പിച്ച നീലപായസം എന്ന നാടകം തെരഞ്ഞെടുക്കപ്പെട്ടു. ശങ്കർലാൽ കോത്താരി നൽകുന്ന 10,000 രൂപയും പുരസ്കാരവും നൽകി. മികച്ച സംവിധായകനായി കൂവാകം നാടകം സംവിധാനം ചെയ്ത ഉണ്ണി തൃപ്പൂണിത്തുറയും മികച്ച നടനായി കൂവാകം എന്ന നാടകത്തിൽ മുജീബ് എന്ന കഥാപാത്രമായി വേഷപ്പകർച്ചയിലൂടെ നിറഞ്ഞാടിയ നടനും കരസ്ഥമാക്കി. 10 ദിവസം നീണ്ടുനിന്ന അവണിശ്ശേരി ഫെസ്റ്റിൽ 9 നാടകങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഞങ്ങൾ പരിയാരമ്പത്തിൽ നിന്നാണ്. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ആശാനും കൂട്ടരും കൊട്ടണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം. ഞാൻ വരാം, നിങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞോളൂ. മോളെ, എന്താ അച്ഛാ? ആ ഡയറിയിൽ ഒന്ന് കുറിച്ചിട്ടോളൂ. മീനം 28. ശരി അച്ഛാ. അത് തന്നെയല്ലേ ഇക്കൊല്ലം. എന്റെ ഓരോ കഥകൾ പറഞ്ഞതാ. ആട്ടിൻകുട്ടികൾക്കുള്ള കഞ്ഞകൾ ഇറക്കാൻ വരുന്ന വഴിക്കാ ഞാൻ പ്രേമനെ ഇവന്റെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിക്കണ്ട. എന്നെ സംബന്ധിച്ച് പാറളം പഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. കിങ്ങിണിക്കൂട്ടം 2025 പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളൊക്കെ വിവിധ തരത്തില് ഡ്രസ്സുകളിട്ട് നല്ല ഭംഗിയായി ഒരുക്കുന്നതിലേക്കാണ് അവരുടെ ഡാൻസ് മറ്റു പ്രോഗ്രാമുകളൊക്കെ. നമ്മുടെ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മുടെ കുട്ടികളുടെ അംഗനവാടികളിലേക്ക് എത്തിച്ചേർന്ന് 3 മാസം 6 മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മമാർ കുട്ടികളെ LKG-യിലേക്ക് ചേർന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടികളെ 4 വയസ്സ് വരെയെങ്കിലും അംഗനവാടികളിലേക്ക് പറഞ്ഞയക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണത്. കാരണം വെച്ചാൽ നമ്മുടെ മക്കൾ ശരിയായ രീതിയിൽ കളിച്ച് വളരുന്നത്, പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കഴിച്ച് ബുദ്ധിയും അതുപോലെ തന്നെ ശാരീരികമായ വളർച്ചയ്ക്ക് അംഗനവാടിയിൽ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ കൊടുത്തേക്കുന്ന ഭക്ഷണങ്ങൾ ഈ LKG UKG പഠിക്കുമ്പോൾ കുട്ടികൾ ശരിയായി കഴിക്കണമെന്നില്ല. നമ്മുടെ അംഗനവാടി ടീച്ചർമാർ അങ്ങനെയല്ല. രാവിലെ തന്നെ കുട്ടികൾക്ക് പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കൊടുക്കുകയും ഉച്ചയ്ക്ക് കൃത്യമായി തന്നെ ഭക്ഷണം കൊടുക്കുകയും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. പരിപാടിയാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കളൊക്കെ ആകാംക്ഷയോടുകൂടി കലാപരിപാടികൾ നടത്താൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. 1 മാസത്തോളമായി നമ്മുടെ അധ്യാപകര് ഇതിൻ്റെ ഒരു പരിശീലന പരിപാടിയിൽ പിന്നിൽ നിന്നുകൊണ്ട് ഈ പരിപാടി അത്രയും മനോഹരമാക്കാനായിട്ട് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു പ്രസംഗത്തിനുള്ള ഒരു പ്രസക്തിയൊന്നുമില്ല. ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, വിദ്യാനന്ദനൻ, കെ പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജീവ്, CB സുരേഷ്, അനിത പ്രസന്നൻ, KB സുനിൽ, സ്മിനു മുകേഷ്, ഡാലി ബിനോയ്, ICDS ചെയർമാൻ നിത എന്നിവർ സംസാരിച്ചു. ഡാൻസ് അടക്കമുള്ള പരിപാടികൾക്കായി മികച്ച വസ്ത്രങ്ങളും ഫാൻസി ഐറ്റംസും ഉപഭോക്താക്കൾക്കായി ഒരുക്കി വാടാനപ്പള്ളിയിൽ പുതിയ ഷോറൂം. സൂപ്പർ ഡാൻസ് കളക്ഷൻസ് ആൻഡ് ഫാൻസി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
സിലാറ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് സൂപ്പർ ഡാൻസ് കളക്ഷൻ ആൻഡ് ഫാൻസി സെന്റർ. വാടാനപ്പള്ളി സെന്ററിൽ തുറന്ന സൂപ്പർ ഡാൻസ് കളക്ഷൻ ആൻഡ് ഫാൻസി സെന്റർ ഒപ്പന, തിരുവാതിര എന്നീ മത്സര ഇനങ്ങളിൽ സംസ്ഥാനതല ജേതാവായ നസീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി നിർവഹിച്ചു. സൂപ്പർ ഡാൻസ് കളക്ഷൻ എന്ന പേരിൽ ആരംഭിക്കുകയാണ്. ഇന്ന് 2025 ജനുവരി 1 ആദ്യമായിട്ട് പങ്കെടുക്കുന്നൊരു ഫംഗ്ഷനാണ്. ഏറ്റവും നല്ല വിജയമുണ്ടാകട്ടെ. ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഏറ്റവും നല്ല രീതിയിൽ ആ സ്ഥാപനം പ്രവർത്തിക്കുക, അതിൻ്റെ ഉന്നതിയിലെത്തുക എന്നുള്ളതാണ് ഒരു പഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വാടാനപ്പള്ളിക്കൊരു തിലകക്കുറിയായിക്കൊണ്ട് വാടാനപ്പള്ളിയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് ഓരോ പ്രദേശത്തിൻ്റെയും അനുഗ്രഹവും അതുപോലെ തന്നെ അതിൻ്റെ അഭിമാനവും. വാടാനപ്പള്ളി മർച്ചൻ്റ് അസോസിയേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്കൊരു പുതിയ മെമ്പറും കൂടി എത്തിച്ചേരുകയാണ്. വാടാനപ്പള്ളി മർച്ചൻ്റ് അസോസിയേഷനിൽ 400-ൽ പരം മെമ്പർമാരുള്ളതിൽ പുതിയൊരു മെമ്പറും കൂടി ഞങ്ങൾക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥ വിജയം നമുക്ക് നൽകുന്നത്. എന്തായാലും വാടാനപ്പള്ളിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സൂപ്പർ ഡാൻസ് എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും വാടാനപ്പള്ളി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗത്ത് നേരുകയും മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജബ്ബാർ അറക്കൽ, സെക്രട്ടറി VR അരുണൻ, ട്രഷറർ ചാരുദ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. സൂപ്പർ ഡാൻസ് കളക്ഷൻ ആൻഡ് ഫാൻസി സെന്ററിന്റെ സഹോദര സ്ഥാപനമായ മഴവിൽ ഡാൻസ് MD റഹ്മാൻ പെരിഞ്ഞനം, സൂപ്പർ ഡാൻസ് MD ഉബൈദു, സെയ്ദു മുഹമ്മദ് കെട്ടുങ്ങൽ, സെലാറ ഗ്രൂപ്പ് ഫാമിലി മെമ്പേഴ്സ്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് കളക്ഷൻസ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്നിവിടെ യാഥാർത്ഥ്യമായി. തീരദേശത്തിലെ ഏറ്റവും വലിയ ഡാൻസ് കളക്ഷനാണ് ഇന്ന് ഞങ്ങൾ വാടാനപ്പള്ളിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. സൂപ്പർ ഡാൻസ് കളക്ഷൻ എന്ന പേരിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഡാൻസ് കളക്ഷനിൽ നമ്മൾക്ക് വേണ്ട എല്ലാവിധ ഡാൻസ് ആഭരണങ്ങളും ഡാൻസിൻ്റെ ഡ്രസ്സുകളും എന്തെല്ലാം ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്യാരൻറ്റിയോടുകൂടി ഞങ്ങൾ തരുന്നു. ഏറ്റവും വില കുറവിൽ ഏറ്റവും പുതിയ മോഡലുകളായിട്ടുള്ള ഏറ്റവും നല്ല ഡ്രസ്സുകളും ആഭരണങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഘോഷയാത്രകൾ, കല്യാണങ്ങൾ, അതിനുവേണ്ട ഡ്രസ് കോഡുകൾ ഒരു 500 പേർക്ക് വരെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. അത്രയും വൈഡായിട്ടുള്ള ശേഖരമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി നിർമ്മിക്കുന്ന ഭജന മണ്ഡപത്തിന്റെ ഭൂമി പൂജയും ശിലാസ്ഥാപനവും നടന്നു. തൃത്താമരശ്ശേരി ശിവക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണ്ണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, സുഭാഷ് കറുകയിൽ, മുൻ സമിതി പ്രസിഡന്റ് KK നാരായണൻ, രാമചന്ദ്രൻ, ബേബി, ജയൻ അവണിശ്ശേരി, സന്തോഷ്, ചന്ദ്രൻ പുറത്താള, കരുണാകരൻ മണപ്പെട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ കിടപ്പുരോഗികൾക്ക് വേണ്ടി പള്ളി വികാരി ഫാദർ പോൾ താണിക്കലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, കുംഭസാരം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തൈലാഭിഷേക പ്രാർത്ഥന എന്നിവ നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിൻഡോ ചിറമൽ, കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി, പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരും പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയിൽ അവർ തങ്ങളുടെ പഴയകാല സൗഹൃദങ്ങൾ പങ്കുവച്ചു. കൂടാതെ അവർക്ക് സ്നേഹവിരുന്നും സ്നേഹസമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയില്ല. കോടതിയെ സമീപിക്കാനൊരുങ്ങി പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമ്മൽ. പാലത്തിലെ വൈദ്യുത വിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങളായി. പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലൈറ്റുകൾ പ്രകാശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലത്തീഫ് കെട്ടുമൽ നേരത്തെ പാലത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഒപ്പം ജില്ലാ കലക്ടർക്കും പരാതി നൽകി. ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് കലക്ടർ നിർമ്മാണ കമ്പനിക്ക് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് വഴിവിളക്കുകൾ പ്രകാശിപ്പിച്ചെങ്കിലും പിന്നീട് പാലത്തിലെ വൈദ്യുത വിളക്കുകളും തൂണുകളും അപ്രത്യക്ഷമായി. നിലവിൽ പാലത്തിൽ വൈദ്യുതി തൂണുകളുമില്ല, വെളിച്ചവുമില്ലാത്ത അവസ്ഥയാണ്.
ചേറ്റുവ പാലത്തോടുള്ള അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിച്ച് പാലത്തിലെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ലത്തീഫ് കെട്ടുമൽ പറഞ്ഞു. പൊന്നൂക്കര അന്തര മ്യൂസിക്കൽ കളക്ടീവിന്റെ ആഭിമുഖ്യത്തിൽ പാർത്തൻ, വൃന്ദ സുരേഷ് എന്നിവരുടെ ഗസൽ സന്ധ്യ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 6-ന് പൊന്നൂക്കര LP സ്കൂളിലാണ് ഗസൽ സന്ധ്യ അരങ്ങേറുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കലാനിരൂപകൻ E. ജയകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പ്രസിഡന്റ് NU സുബ്രഹ്മണ്യൻ, സെക്രട്ടറി M. രഘുനാഥ്, ട്രഷറർ നിഷ ബിജു, B. അശോക് കുമാർ, PS സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനമേള സംഘടിപ്പിച്ചു. ഒട്ടും പ്രൊഫഷണലല്ലാത്ത ഒരു 18 പേരാണ് അദ്ദേഹത്തിൻ്റെ 18 പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടുന്നത്. ഓർക്കസ്ട്ര വെച്ചിട്ട് ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ പാടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. അങ്ങനെ ആ പ്രോഗ്രാം വിജയിച്ചു. അന്തരയുടെ എല്ലാ മാസവും നമുക്ക് പാടാമെന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു 15 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ അതിൽ പാട്ടുകൾ പാടുകയും അതിൽ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ ഗസൽ എന്ന സംഗീത രൂപം ഗ്രാമത്തിലധികം പതിവില്ല. കല്യാണങ്ങൾക്കൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ ചെറിയ പ്രോഗ്രാമുകളൊക്കെയാണ് ഗസൽ പരിപാടികൾ സംഘടിപ്പിക്കാറ്. അപ്പോൾ നമ്മളൊരു തുറന്ന വേദിയിൽ, പൊന്നൂക്കര സ്കൂളിൻ്റെ തുറന്ന വേദിയിൽ കുറേ അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, കാണികളായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഗസൽ പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചേക്കാം. ഗസൽ പാടുന്നത് നമ്മുടെ അന്തരയിൽ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള 2 ഗായകരാണ്. ഒന്ന് പാർത്തൻ കഴിഞ്ഞ 30 വർഷമായിട്ട് സംഗീത മേഖലയിലുള്ളതാണ്. ഗാനമേളകളിൽ പാട്ടുകൾ പാടുന്ന അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്. കോടന്നൂർ താണയ്ക്കമുനയം ഇടവഴിക്കപ്പറമ്പിൽ യതീന്ദ്രൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-ന് വടൂക്കര ശ്മശാനത്തിൽ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കലർപ്പുകൾ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ചടങ്ങിൽ 3ാമത് ഐവറി പുരസ്കാര സമർപ്പണം സംവിധായകൻ സത്യനന്ദിക്കാട് നിർവഹിക്കും. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം സമാപിച്ചു. സമാപന യോഗം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. കിങ്ങിണിക്കൂട്ടം 2025 പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.